ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് രാമേശ്വരം എന്ന അതിപുരാതനമായിട്ടുള്ള ഒരു ക്ഷേത്രത്തിലേക്കാണ്. ഈ ക്ഷേത്രത്തിൽ പോകുന്നത് തിരൂരിൽ നിന്നും തിരുച്ചിറപ്പള്ളി ഇറങ്ങിയതിന് ശേഷം തിരുച്ചിറപ്പള്ളിയിൽ നിന്നും വേറെ ട്രെയിനിൽ കയറി മണ്ഡപം എന്ന സ്റ്റോപ്പിൽ ഇറങ്ങണം. നേരിട്ട് ഒരിക്കലും ഇപ്പോൾ രാമേശ്വരത്തിലേക്ക് ട്രെയിൻ ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് തിരൂരിൽ നിന്നും കണ്ടക്ടർ ട്രെയിൻ തിരുച്ചിറപ്പള്ളിയിൽ ഇറങ്ങിയതിന് ശേഷം വേറെ ട്രെയിനിൽ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അവിടെ കയറി നമ്മൾ പോകണം. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും എന്തെന്ന് വെച്ചാൽ മണ്ഡപം എന്ന സ്റ്റോപ്പിൽ ഇറങ്ങിയതിന് ശേഷം അവിടുന്ന് നമ്മൾ ബസ്സോ എന്തെങ്കിലും വിളിച്ച് നമ്മൾ അവിടുന്ന് പോകണം എന്നാണ് അവർ പറഞ്ഞത്. കാരണം രാമേശ്വരത്തേക്ക് അവിടെ പണി നടക്കുന്നതുകൊണ്ട് രാമേശ്വരത്തേക്ക് ട്രെയിൻ ഫുള്ളായിട്ട് അവിടെ എത്തില്ല. അതുകൊണ്ട് തന്നെ അവിടുന്ന് അത്യാവശ്യം കുറച്ച് പോകാനുണ്ട്, ഒരു 10 കിലോമീറ്ററിൻ്റെ ഒറ്റ പോകാനുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ രാമേശ്വരത്തേക്കുള്ള യാത്രയിലാണ്. രാമേശ്വരത്തെ യാത്ര എന്ന് പറഞ്ഞാൽ ട്രെയിനാണ് ഏറ്റവും ഉത്തമമായിട്ട് യാത്ര എന്ന് വെച്ചാൽ. കാരണം മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് ഓരോ സ്റ്റേജിലും കാണാം. ഇപ്പോൾ ഇത് കാണുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടില്ലേ, ഇതിൽ നിന്നാണ് ട്രെയിനിലേക്കുള്ള വെള്ളങ്ങൾ പമ്പ് ചെയ്യുന്നത്. ഈ ഒരു സ്റ്റോപ്പിൽ ഇവർ നിർത്തിയതിന് ശേഷം അവിടുന്ന് ട്രെയിനിക്ക് ആവശ്യമില്ല വെള്ളങ്ങൾ കളക്ട് ചെയ്യുകയും ട്രെയിൻ ക്ലീൻ ആക്കുകയും ചെയ്യുന്ന സമയമാണ് ഇവിടെ എന്ന് പറഞ്ഞത്. ഇവിടെ എല്ലാ ട്രെയിനും ഇല്ല, ചില ട്രെയിനുകൾ അവിടെ സ്റ്റോപ്പ് ചെയ്യും. ഇത് ചില ട്രെയിനുകൾ മാത്രമേ സ്റ്റോപ്പ് ചെയ്യുള്ളൂ, ഇത് ചില ട്രെയിനുകൾ സ്റ്റോപ്പ് ചെയ്യാതെ പോകും. അങ്ങനെ നമ്മളെ ട്രെയിൻ കുറച്ച് നേരം അവർ സ്റ്റോപ്പ് ചെയ്തു. ആ സമയത്ത് ചെറിയൊരു 2 മിനിറ്റ് നേരത്തെ മാത്രമേ സ്റ്റോപ്പ് ചെയ്യുള്ളൂ. ആ സമയത്തിനുള്ളിൽ തന്നെ വെള്ളം പമ്പ് ചെയ്യും. അങ്ങനെ ചെയ്ത് അവർ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെയും പോയി. ഇത് നമ്മളിപ്പോൾ തിരുച്ചിറപ്പള്ളിയിൽ എത്തിയതിന് ശേഷം തിരുച്ചിറപ്പള്ളിയിൽ ഇറങ്ങി അവിടെ നിന്നും നമുക്ക് വരാനുള്ള ട്രെയിൻ പറഞ്ഞാൽ വെറും 2-3 മണിക്കൂർ കഴിഞ്ഞ ശേഷം നമ്മൾ ട്രെയിൻ വരുള്ളൂ. അതുവരെ നമ്മൾ അവിടെ വെയിറ്റ് ചെയ്തു. 3 മണിക്കൂർ നേരം നമ്മൾ സ്റ്റാൻഡ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് പോകാനുള്ള രാമേശ്വരം ട്രെയിൻ എത്തിയത്. രാമേശ്വരം 2 ട്രെയിനിലും നമ്മൾ ടിക്കറ്റ് റിസർവ് ചെയ്തിരുന്നു. അതുപോലെ AC കമ്പാർട്ട്മെൻറ്റിലായിരുന്നു 2 ട്രെയിനിലും റിസർവ് ചെയ്തത്. അപ്പോൾ നമ്മൾ കുറേ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളെ ട്രെയിൻ എത്തിയത്. അതുവരെ നമ്മൾ തിരുച്ചിറപ്പള്ളി എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ നമ്മൾ ഇരിക്കുകയായിരുന്നു. അങ്ങനെ കുറേ നേരം ഇരുന്നപ്പോഴാണ് നമ്മളെ ട്രെയിൻ അവിടെ എത്തുന്നത്. അങ്ങനെ ട്രെയിനിൽ നമ്മൾ കയറി നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ യാത്രയിൽ നമ്മൾ കാണുന്നത് മനോഹരമായിട്ടുള്ള കുറേ മലകളും കാര്യങ്ങളും നമുക്ക് കാണാം. ഈ ട്രെയിൻ യാത്രയിലാവുമ്പോൾ തമിഴ്നാട് കയറിയാൽ തന്നെ കുറേയേറെ മലകളും കുന്നുകളും ഒക്കെ കാണാം. ഇതിൻ്റെ മനോഹരിത എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ. ഈ കുന്നുകളും മലകളും ഒക്കെ നമുക്ക് അത്യാവശ്യം നല്ല ഒരു പ്രകൃതി ഭംഗി തന്നെ കാണാം. കാരണം ഇത് ചുറ്റുപുറം ഒരു വീടുകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ അതിങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്ന ഒരു മല നിരകളാണ് ഓരോ സ്ഥലത്തും നമുക്ക് കാണാൻ കഴിയുന്നത്. അതിഗംഭീരമായിട്ടുള്ള നല്ല മനോഹരമായിട്ടുള്ള മലകളാണിത്. അപ്പോൾ നമുക്ക് തീർച്ചയായും ആസ്വദിച്ച് പോകാൻ പറ്റുന്ന യാത്ര തന്നെയാണ് ട്രെയിൻ യാത്ര. പിന്നെ ട്രെയിൻ യാത്ര എന്ന് പറഞ്ഞാൽ നമുക്ക് അസുഖമുള്ളവർക്കും കാലിന് എന്തെങ്കിലും പ്രശ്നമുള്ളവർക്കും ഒക്കെ തീർച്ചയായും പോകാൻ പറ്റുന്ന യാത്രയാണ് ട്രെയിൻ യാത്ര. അതിലൂടെ പോകുമ്പോഴാണ് ഒരു ആന കടന്നു പോകുന്നത് നമ്മൾ കാണുന്നത് ട്രെയിൻ യാത്രയിൽ. അപ്പോൾ നമ്മൾ അതിങ്ങനെ കണ്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ മണ്ഡപം എന്ന സ്റ്റോപ്പിൽ ഇറങ്ങിയപ്പോൾ കാണുന്നൊരു കാഴ്ചയാണ് ഇങ്ങനത്തെ വണ്ടികളും. അതുപോലെ തന്നെ അവിടുത്തെ തമിഴ്നാടിൻ്റെ KSRTC ആണ് കൂടുതലുള്ളത്. ഈ KSRTCയിലാകുമ്പോൾ നല്ല തിരക്കാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനത്തെ മിനി ബസ് വിളിച്ചു. കാരണം ഒരാൾക്ക് മിനി ബസ്സിൽ കയറണമെങ്കിൽ 100 രൂപയാണ് അവർ പറഞ്ഞ്. 18 സീറ്റ് ഉണ്ടാവും. അങ്ങനെ ഞങ്ങൾ 16 ആളുകൾ ഉണ്ടായതുകൊണ്ട് തന്നെ ഞങ്ങളത് വിളിച്ചു. അങ്ങനെ 1800 രൂപയാണ് ആയത്. അങ്ങനെ ഞങ്ങൾ അതിലൂടെ പോകുന്ന ഇതാണ് കാണിക്കുന്നത്. ഇത് നമ്മളുടെ പാമ്പൻ പാലമാണ്. ഈ പാലം എന്ന് പറഞ്ഞാൽ നമുക്ക് അതിപ്രസിദ്ധമായിട്ടുള്ള പാലമാണ്. ഈ പാലത്തുമ്മ കൂടിയാണ് നമ്മൾ അത്യാവശ്യം 2-2.5 കിലോമീറ്റർ ഉണ്ട് ഈ പാലം എന്ന് പറഞ്ഞാൽ. മനോഹരമായിട്ടുള്ളൊരു പാലം തന്നെയാണ്. കാരണം നമ്മൾ പോകുന്ന സമയം എന്ന് വെച്ചാൽ ഇരുട്ടായതുകൊണ്ട് തന്നെ അവിടെ അങ്ങനെ നിർത്തിയ കാര്യങ്ങളൊന്നും ചെയ്തില്ല. അങ്ങനെ ഞങ്ങൾ അതിൽക്കൂടെ യാത്ര ചെയ്തു. ഇതിൻ്റെ അടുത്ത് കൂടിയാണ് നമ്മളെ റെയിൽവേ പാലം പോകുന്നത്. ഈ റെയിൽവേ പാലം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് മണ്ഡപം വരെ എത്തുന്നത്. അല്ലെങ്കിൽ രാമേശ്വരം വരെ ഈ ട്രെയിൻ എത്തുന്നതാണ് ഇവർ പണി അതുകൊണ്ട് വരാൻ പാലം തന്നാൽ മനോഹരമായിട്ടുള്ള പാലം. കാരണം പാലത്തിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ട്രെയിൻ പോയി കഴിഞ്ഞാൽ ഈ പാലം ഓട്ടോമാറ്റിക്കായി പൊന്തുമെന്നാണ് പറയുന്നത്. കാരണം നമ്മൾ യൂറോപ്യൻ നാടുകളിലൊക്കെ ഉള്ള പോലെ പാലമാവുമെന്നാണ് പറയുന്നത്. കാരണം പൊന്തിയിട്ട് ട്രെയിൻ പോയതിന് ശേഷം പോയി കഴിഞ്ഞാൽ മാത്രം പൊന്തുകയും ട്രെയിൻ വരാൻ സമയമാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് കണക്റ്റ് ആവുകയും ചെയ്യുമെന്നാണ് ഇവർ പറഞ്ഞത്. ഇത് ഈ പാമ്പൻ പാലത്തെ കൂടി പോകുമ്പോൾ കുറേ ആളുകൾ ഇരുന്ന് കാണുന്നതും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇരുട്ടാണ്, അതുകൊണ്ട് നമുക്കങ്ങനെ കാണാനൊന്നും കഴിയില്ല. അപ്പോൾ നമ്മളങ്ങനെ നിർത്താനും ചോദിച്ചില്ല. അപ്പോൾ നിർത്തുന്നുണ്ട്. വേണമെങ്കിൽ നമുക്കിവിടെ ഇരുന്ന് കുറച്ച് നേരം ഇന്ന് സംസാരിച്ച് കാര്യങ്ങളൊക്കെ കണ്ട് മനോഹരമായിട്ടുള്ള ഈ പാലത്തിൻ്റെ ഇത് ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ച് പോകാം. അത് താല്പര്യമുള്ളവർക്ക്
അല്ലാത്തവർ കണ്ടിന്യൂ ആയിട്ട് പോകും. ഞങ്ങളതുകൊണ്ട് ഞങ്ങളാരും ആർക്കും വലിയ താല്പര്യം അവിടെ നിന്ന് കാണാനുള്ള ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ പോയി. കാരണം വെച്ചാൽ പണി നടക്കുന്നുള്ളൂ. കാരണം എന്തിൻ്റെ വെച്ചാൽ നമ്മുടെ റെയിൽവേൻ്റെ പാലത്തിൻ്റെ പണി നടക്കുന്നത് കൊണ്ട് തന്നെ അത്ര മനോഹരമായിട്ടുള്ളതില്ല. ഈ പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി വരുമ്പോഴൊക്കെ കാണാൻ നല്ല മനോഹരമായിരിക്കും. കാരണം അത് വരുന്ന സമയത്ത് ഇത് കൂട്ടിമുട്ടുന്നു, ഈ പാലം ഒന്നിക്കുന്നതും അതുവരെ പാലം പിരിഞ്ഞു പോകുന്നതും ഒക്കെ. കാരണം ഇത് പിരിഞ്ഞു പോകാൻ കാരണം എന്ന് വെച്ചാൽ ഇവിടെ ബോട്ടുകളൊക്കെ വരാനുള്ളത് കൊണ്ട് തന്നെ ആ ടൈമിന് മാത്രമേ പാലം ഒന്നിക്കുള്ളൂ എന്നാണ് നമ്മളിവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞത്. അതുവരെ പാലം മുറിഞ്ഞ് മുകളിലേക്ക് പോവുകയും ചെയ്യും എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. അപ്പോൾ നമുക്കത് വന്നതിന് ശേഷം നമുക്കറിയാം. പാലം വന്നാലേ നമുക്കറിയാൻ പറ്റുള്ളൂ എങ്ങനെ ആയിരിക്കും എന്ന് പറയാൻ പറ്റുള്ളൂ. ഇപ്പം താൽക്കാലികമായിട്ട് ഇപ്പോൾ പറയുന്നത് പാലം എങ്ങനെയായാലും ഈ ഒരു കൊല്ലത്തിനുള്ളിൽ തന്നെ പൂർത്തിയാക്കുമെന്നാണ് പറയുന്നത്. പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെ പണി നടക്കുന്നുണ്ട്. ഇത് എന്നാൽ ഈ പാലം എന്ന് പറഞ്ഞ പാമ്പൻ പാലം എന്ന് പറഞ്ഞാൽ 2.5 കിലോമീറ്റർ മുകളിലുണ്ട് ഈ ഒരു പാലം എന്ന് പറഞ്ഞാൽ. അത്രയും നേരം ഇവർ ഈ പാലത്തുമ്പോൾ പണി എടുത്തല്ലോ എന്ന് നോക്കുമ്പോൾ, പണ്ട് കാലത്ത് പണി എടുത്തിട്ടുണ്ട് എന്ന് നോക്കുമ്പോൾ നമുക്ക് തന്നെ അത്ഭുതമല്ലേ. പാമ്പൻ പാലത്തിൻ്റെ അടുത്ത് കൂടി തന്നെയാണ് റെയിൽവേ പാലവും പോകുന്നത്. ഈ റെയിൽവേ പാലത്തിൻ്റെ പണിയാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ അത് കാണാൻ മനോഹരമായിട്ട് തന്നെ കാഴ്ചകളാണ്. പക്ഷേ ഈ പാലം വന്നു കഴിഞ്ഞാൽ ഇവിടെ മനോഹരമായിരിക്കും. കാരണം പാമ്പൻ പാലം എന്ന് പറഞ്ഞാൽ തന്നെ മനോഹരമാണ്. നമ്മളെ അതിപ്രശസ്തമായ രാമേശ്വരത്തേക്ക് വരുന്ന എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു പാലം തന്നെയാണ്. കാരണം 2.5 കിലോമീറ്റർ മുകളിലുണ്ട് ഈ പാലത്തിൻ്റെ നീളം എന്ന് പറയുന്നത്. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴും എത്തുന്നില്ല. നമ്മളത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം. അത്യാവശ്യത്തിന് പോകാനുണ്ട്. പിന്നെ വീഡിയോ ഷെയ്ക്ക് ചെയ്യുന്ന കാരണം എന്ന് വെച്ചാൽ വണ്ടിയിൽ നിന്ന് കഴിയുമ്പോൾ വണ്ടി ഇങ്ങനെ ഇളകുന്നുണ്ട്. അതിനനുസരിച്ച് ഇതായിക്കൊണ്ടിരിക്കുകയാണ്. ഈ പാലം നിങ്ങൾ തീർച്ചയായും രാമേശ്വരം വരുമ്പോൾ പാലത്തിൻ്റെ അടുത്ത് നിർത്തി ഒന്ന് കണ്ടതിന് ശേഷം പോകാൻ ശ്രമിക്കുക. പക്ഷേ പാലത്തിൻ്റെ പണി കഴിഞ്ഞാൽ, രാമേശ്വരത്ത് വരുന്ന റെയിൽവേ പാലത്തിൻ്റെ പണി കഴിഞ്ഞാൽ മനോഹരമായിരിക്കും ഇവിടുത്തെ ഈ പാമ്പൻ പാലത്തിൻ്റെ മുകളിൽ നിന്നും വ്യൂ എന്ന് പറഞ്ഞത്. കാരണം ട്രെയിൻ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായി ആ പാലം താവുകയും ട്രെയിൻ പോയതിന് ശേഷം ഓട്ടോമാറ്റിക്കായി പാലം പൊന്തുകയും ചെയ്യുന്ന ഒരു മെത്തേഡിലാണ് ഇപ്പോൾ പാലത്തിൻ്റെ പണി നടക്കുന്നതെന്ന് പറയുന്നത്. അത് കാണാൻ നല്ല മനോഹരമായിരിക്കും. അപ്പോൾ തീർച്ചയായും നിങ്ങൾ വന്ന് കാണാം. നമ്മൾ രാമേശ്വരത്തെത്തി ആദ്യം ചെയ്യേണ്ടത് അവിടുത്തെ കടയിൽ പോയി കുളിക്കണം, സ്നാനം ചെയ്യണം. അതിനുശേഷം മാത്രമേ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് വരാൻ പാടുള്ളൂ. അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് വന്നതിന് ശേഷം അവിടെ നമ്മൾ കുളിക്കണം. ആ കുളി കഴിഞ്ഞതിന് ശേഷം മാത്രമേ അമ്പലത്തിൻ്റെ ഉള്ളിലുള്ള 21 കിണറ്റിൽ നിന്നും നമ്മൾ വെള്ളം കോരി അവർ നമുക്ക് കോരി തരും. അതിൽ നിന്ന് നമ്മൾ കുളിക്കണം. ഇതാണ് ഓരോ കിണറുകൾ എന്ന് പറയുന്നത്. നമുക്ക് കൃത്യമായിട്ട് അവിടെ വീഡിയോ എടുക്കാനുള്ള പെർമിഷൻ ഇല്ല. അതുകൊണ്ട് നമ്മൾ ആ വീഡിയോകളൊന്നും ഉൾപ്പെട്ടിട്ടില്ല. നമ്മൾ പുറത്തുനിന്നുള്ള വ്യൂവും അങ്ങനെ തന്നെ ഒക്കെ നടത്തുന്നത്. രാമേശ്വരത്തിൻ്റെ മുൻഭാഗമാണിത്. നിങ്ങൾക്കൊന്ന് കണ്ടു നോക്കും. മനോഹരമായിട്ടുള്ള ഒരു പഴയ രൂപത്തിലുള്ള ഒരു ക്ഷേത്രമാണ് രാമേശ്വരം എന്ന് പറയുന്നത്. അതിമനോഹരമാണ് ക്ഷേത്രം എന്ന് പറയുന്നത്. രാമേശ്വരം സ്ഥിതി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ രാമനാഥപുരം ജില്ലയിലെ ഒരു പട്ടണമാണ് രാമേശ്വരം എന്ന് പറയുന്നത്. പാമ്പൻ ദ്വീപിലാണ് രാമേശ്വരം പട്ടണം സ്ഥിതി ചെയ്യുന്നത്. ശ്രീലങ്കയിലെ മന്നാർ ദ്വീപിൽ നിന്നും ഏകദേശം 50 കിലോമീറ്റർ അകലെയായാണ് പാമ്പൻ ദ്വീപ് രാമേശ്വര ദ്വീപ് എന്ന് അറിയപ്പെടുന്നത്. ഹിന്ദുക്കളെ ഒരു പുരാതനമായിട്ടുള്ള ഒരു പുണ്യ തീർത്ഥാടന കേന്ദ്രമാണ് രാമേശ്വരം എന്ന് പറയുന്നത്. രാമേശ്വരത്തിൽ വന്ന് അവരുടെ ആ തീർത്ഥത്തിൽ 21 കിണറ്റിലെ വെള്ളവും അതുപോലെ തന്നെ അവിടെയുള്ള കടലിൽ നിന്നും കുളിച്ച് കഴിഞ്ഞാൽ നമ്മളെ പാപമോക്ഷം നേടാം എന്നാണ് ഹിന്ദുക്കളായിട്ടുള്ള നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ രാമേശ്വരം എന്ന് പറയുന്നത് മനോഹരമായിട്ടുള്ള ക്ഷേത്രമാണ്. അതുപോലെ തന്നെ ശ്രീരാമൻ പണിഞ്ഞ ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത്. ശ്രീരാമൻ്റെ ഇതുണ്ട് എന്നാണ് ഇവിടെ പറയപ്പെടുന്നത്. ശ്രീരാമനാണ് ഇവിടുത്തെ ശിവലിംഗം സ്ഥാപിച്ചതും എന്ന് പറയപ്പെടുന്നു. അതുപോലെ തന്നെ അവിടെ തന്നെ ഹനുമാൻ കൊണ്ടുവന്ന ശിവലിംഗവും ഉണ്ട് എന്ന് പറയപ്പെടുന്നു. രാമായണം എന്ന ഇതിഹാസ നോവലിനെ അടിസ്ഥാനമാക്കി രാമേശ്വരം എന്ന് പറയപ്പെടുന്നത് സീതയെ ലങ്കയിലേക്ക് കൊണ്ടുപോയ രാവണൻ്റെ അടുത്തേക്ക് പോകാൻ ശ്രീരാമൻ ഇവിടെ വന്നാണ് പാലമുണ്ടാക്കിയത് എന്നാണ് അറിയപ്പെടുന്നത്. ശ്രീരാമൻ സീതയെ കൊണ്ടുവരാൻ വേണ്ടി രാമേശ്വരത്ത് നിന്നാണ് ലങ്കയിലേക്ക് പാലം പണിഞ്ഞത് എന്നൊക്കെ ഒരു ഐതിഹ്യമുണ്ട്. അതുപോലെ തന്നെയാണ് ഈ ക്ഷേത്രം അത്ര മനോഹരമാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ ഇടനാഴി എന്ന് പറഞ്ഞാൽ ലോകപ്രശസ്തമായ ഇടനാഴിയാണ്. ഈ ലോകത്തുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഇടനാഴിയാണ്
രാമേശ്വരം ഇടനാഴി എന്ന് അറിയപ്പെടുന്നത്. രാമേശ്വരം ക്ഷേത്രത്തിലെ ഇടനാഴി എന്ന് പറയുന്നത് മനോഹരമായിട്ടുള്ളൊരു ഹിന്ദുമത വിശ്വാസ ക്ഷേത്രമാണ് രാമേശ്വരം എന്ന് പറയുന്നത്. തീർച്ചയായും വന്ന് കാണേണ്ട ഒരു ക്ഷേത്രം തന്നെയാണ് രാമേശ്വരം. രാമപുരത്ത് സ്ഥിതി ചെയ്യുന്ന തമിഴ്നാട്ടിലുള്ള ഈ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ അതിമനോഹരമാണ്. അതുപോലെ നമ്മൾ അബ്ദുൽ കലാമിൻ്റെ ജന്മഭൂമിയാണ് രാമേശ്വരം. അബ്ദുൽ കലാമിൻ്റെയും സ്മാരകം ഇവിടെ തന്നെയാണ് സ്ഥിതി